ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹുക്ക് കൊടുത്ത് പിടിച്ചിരുത്തുന്ന ആൾക്കാരല്ല ഈ വീഡിയോയ്ക്ക് ആവശ്യം. കമ്പനിയിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുമ്പോട്ട് കാണാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു പോൾ ഇട്ടു. ഇപ്പോൾ ദൈവം എന്നൊരാളുണ്ടെങ്കിൽ ആ ദൈവം എന്തായിരിക്കും ചൂസ് ചെയ്യുക, മതമാണോ മാനവികതയാണോ എന്നുള്ളൊരു പോൾ ഞാൻ പോസ്റ്റ് ചെയ്തു. അതിലൊരാൾ കമൻറ്റ് ചെയ്തിരുന്ന ഇതാണ്: ആസ് എ ഗോഡ് ഐ വുഡ് ചൂസ് നെയ്തർ. അത് ഫണ്ണി ആയിട്ടൊരു റിപ്ലൈ വന്നു. എന്നിട്ട് അതിൻ്റെ താഴെകൾ വേറെ കാലം: ഒൺലി ഇന്ത്യൻസ് വിൽ ലുക്ക് അറ്റ് ദ സ്റ്റാർസ് ആൻഡ് ക്ലെയിം ഹ്യൂമാനിറ്റി ബട്ട് നെവർ യുണൈറ്റ് എനിത്തിങ് ബട്ട് യുണൈറ്റ് പീപ്പിൾ സ്ക്രൂ ഹ്യൂമാനിറ്റി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എവിടെയുള്ള ആളാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യക്കാരനാണോ, പുറത്തു നിന്നിരുന്ന കമൻറ്റാണോ, അക്കൗണ്ടിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. വേറെ ഏതോ ഭാഷയിലൊക്കെയാണ് ബയോ എഴുതിയിട്ടുള്ളത്. ഇന്ത്യക്കാർ മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ് ഈ പ്രശ്നമെന്ന് ഞാൻ തിരിച്ച് കമൻറ്റ് ഇട്ടു. അപ്പോൾ അയാൾ വീണ്ടും തിരിച്ച് റിപ്ലൈ തന്നു: ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ എത്തീസ്റ്റ് ആൻഡ് ബിലീവേഴ്സ് ഓൾസോ. നിരീശ്വരവാദികളിലും വിശ്വാസികളിലും ആ ഒരു കാര്യം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു. യു ആർ ക്രിയേറ്റിംഗ് എ സൊസൈറ്റി ഓഫ് ഈക്വൽസ്, നോട്ട് എ സൊസൈറ്റി ഓഫ് ഫൂൾസ്. ഭാരതൈറ്റ്സ് മസ്റ്റ് യുണൈറ്റ് എയ്തർ വേ. അപ്പം ഞാൻ മറുപടി കൊടുത്ത്, ട്രൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യൂണിറ്റി മാറ്റേഴ്സ് മോസ്റ്റ് എന്നാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാൻ ആദ്യമൊക്കെ ഒരു യുക്തിവാദിയായിരുന്നു. പക്ഷേ ഈ ആൾക്കാർ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, എന്നെ മാനസികമായിട്ട് കൊച്ചിലെ ഉണ്ടായ എൻ്റെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിരീശ്വരവാദിയായത്. എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെല്ലാം ദൈവവിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന രീതിക്കാണ്. അവിശ്വാസികളാരും വന്ന് എൻ്റെ അടുത്ത് അങ്ങനെ ഫോഴ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും അതിനെ ഇങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കൂല. യുക്തിവാദം മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളായിരുന്നു. ഇതിപ്പോൾ ദൈവം 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 എന്ന് പറഞ്ഞ് എൻ്റെ മേലെ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് തിരിച്ച് ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് എന്നെ ആരെങ്കിലും വന്ന് ദേഷ്യപ്പെടുത്തി അടിച്ച് വഴക്ക് പറഞ്ഞൊരു സാധനം പഠിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ പഠിക്കുമോ? ഇല്ല. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് സ്നേഹമായിട്ട് പറഞ്ഞാലും ഞാൻ കേൾക്കും. മര്യാദയ്ക്ക് സ്നേഹമായിട്ട് ആര് പറഞ്ഞാലും ഞാൻ അത് കേൾക്കും. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നിരീശ്വരവാദികളും കുറച്ച് തടിച്ച പോലെ സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹപ്പെടുത്തി പ്രീതിപ്പെടുത്തിയൊന്നും നിൽക്കാൻ നമ്മൾ താല്പര്യപ്പെടില്ല. നമ്മൾ ഉള്ളത് മുഖത്തടിച്ച് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പലർക്കും ട്രിഗർ ആവുന്നതാണ് ഇതിനൊക്കെയുള്ള റീസൺ. പലരും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസണും അവർക്ക് പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എനിക്കുണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടാവും. ഇങ്ങനെയുള്ള മറ്റുള്ള മതക്കാരെ വ്യത്യസ്തരായിട്ട് കാണുന്നതോ അവരുടെ കുടുംബത്തിൽ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും എല്ലാവരും നിരീശ്വരവാദിയാവുന്നത്. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവവിശ്വാസമുള്ളവർ മണ്ടന്മാരായിരിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? എന്നെപ്പോലെ ചിന്തിക്കുന്നവരെ മാത്രം ഞാനും ഒരു ഗ്യാങ് ചേർക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യുന്നതും, ആരോ പറഞ്ഞു നിരീശ്വരവാദികൾ ഒരു മതമാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഭയങ്കരമായിട്ട് റഫായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ വിശ്വാസികളെല്ലാം കാണാതെ പോകും. അപ്പോൾ എന്നിൽ അവശേഷിക്കുന്നതെല്ലാം യുക്തിവാദികളും നിരീശ്വരവാദികളും മാത്രമായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നതും അത് തന്നെയല്ലേ. ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടുന്നു, മറ്റുള്ളവർക്കെതിരെ എതിർക്കുന്നു. നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്. പക്ഷേ ഇതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ എനിക്ക് ഇപ്പോൾ തോന്നിയതാണ്. എൻ്റെ ഉള്ളിലുള്ള സിമ്പതി പോയപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എവിടെയോ എനിക്കൊരു പ്രതീക്ഷ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും സംസാരിക്കുന്നത്. ദൈവമില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്നതിനേക്കാളും നല്ലത് യുക്തിബോധത്തോടെ നമുക്ക് എന്ത് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് ഡയറക്റ്റായിട്ട് പറയുന്നതാണ് നല്ലത്. അവിടെ പിന്നെ ഞാൻ അന്നത്തെ വീഡിയോ ഒരു കാര്യം പറഞ്ഞു: ഇല്ലാത്ത സാധനം ഒരാളുണ്ടെന്നും പറഞ്ഞ് നമ്മളതിനെ തർക്കിക്കാൻ നിൽക്കുമ്പോൾ നമ്മളാണ് മണ്ടന്മാരാവുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് കാര്യം എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെ നടക്കും എന്നൊക്കെ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ദൈവമില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ട്രിഗർ ആവുകയും. ഇപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു, 2 കുട്ടികൾ നിൽക്കുന്നു. ഒരു കുട്ടി നിൽക്കുന്നത് വാറ് നടന്നൊരു സ്ഥലത്തും ഒരു കുട്ടി നിൽക്കുന്നത് ഒരു സമാധാനമുള്ളൊരു സ്ഥലത്തും. സമാധാനത്തിൽ വളർന്ന കുട്ടിക്കും വാറ് നടക്കുന്നിടത്ത് വളർന്ന കുട്ടിക്കും 2 പേർക്കും 2 മൈൻഡ് സെറ്റ് ആയിരിക്കും. ഒരിക്കലും ആ വാറ് നടന്ന അടുത്തുള്ള കുട്ടിയുടെ മാനസികാവസ്ഥ ഒരു സമാധാനത്തോടെ വളർന്ന കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തിരിച്ചു അവർ ജീവിതത്തിന് കൊടുക്കുന്ന അവരുടെ കാഴ്ചപ്പാടായാലും ജീവിതത്തിന് അവർ കൊടുക്കുന്ന കാര്യങ്ങൾക്കുള്ള വിലയായാലും ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലായിരിക്കില്ല മറ്റുള്ളവർ വളർന്നു വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റണമെന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. എനിക്ക് അതിൽ എതിർപ്പില്ല. എനിക്ക് ഈ തീവ്രവാദികളെ പോലെ നടക്കുന്ന മതങ്ങളെ സംഘടിപ്പിച്ച് അറ്റാക്ക് ചെയ്യുന്നവരുടെ അടുത്താണ് എനിക്ക് വിരോധം. ഞാൻ ഓരോരുത്തരുടെ കമൻ്റ് എടുത്ത് വായിച്ച് ഇതൊക്കെ പറയാമെന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ റീസൺ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ വായിക്കാം. ഒരാളിട്ടിരുന്ന ഒരു കമൻറ്റാണ്: ഐ എം ഹാപ്പി ടു സീ സച്ച് എ സെൻസിബിൾ യങ് ഗൈസ് ലൈക്ക് യു ആർ ദ ഫ്യൂച്ചർ ഓഫ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ട്. ആ കമൻറ്റ് ഇട്ടതിൻ്റെ താഴെ വന്ന് വേറൊരാൾ തിരിച്ച് കമൻറ്റ് ഇട്ടു. എൻ്റെ പേരൊരു ക്രിസ്ത്യൻ പേരായിരുന്നു. അതുകൊണ്ട് അത് വേറൊരു രീതിക്ക് അയാൾക്ക് മോശമായിട്ട് റിപ്ലൈ ചെയ്തു. അതിന് ആൾ തിരിച്ച് നന്നായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് വന്നത് മുഴുവൻ വീട്ടുകാരെ തെറി വിളിച്ചും
അല്ലാത്ത രീതിയാണ്. ഇവരുടെ എല്ലാം പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യം കാണാൻ പറ്റും, നിക്കറോട്ട് തൊപ്പിയും വെച്ച് നിൽക്കുന്ന ഭ്രാന്തന്മാർ. പിന്നെ സ്ഥിരം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സംഭവങ്ങൾ വരുമല്ലോ, പാർട്ടി, വിശ്വാസം, രാജ്യസ്നേഹം, ഇതെല്ലാം ഇവരുടെ പ്രൊഫൈലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് വന്ന് മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അവരുടെ സംസ്കാരമില്ലായ്മയായിരിക്കും അവരുടെ മതവും അവരുടെ പാർട്ടിയും അവരെ പഠിപ്പിച്ചത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര തീവ്രവാദം പോലെ തോന്നി. എന്തോ തെറി വിളിച്ചങ്ങ് ഒതുക്കി കളയാം, തെറി വിളിച്ച് നമ്മളെ പേടിപ്പിച്ചങ്ങ് ഇരുത്തി കളയാം എന്നുള്ളൊക്കെ ഒരു ധാരണ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവർ വയ്ക്കുന്നതുകൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലുള്ളവർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ടായിരിക്കും ആൾക്കാർ സംസാരിക്കാത്തത്. ഇവരെയൊക്കെ ട്രോൾ ചെയ്ത് ഒരു റിയാക്ഷൻ വീഡിയോ ഫണ്ണിയായിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചാണ്. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങനെ ഇവരെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന് എനിക്ക് വ്യൂസ് കിട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് വ്യൂസ് അല്ല താല്പര്യം. എനിക്കിഷ്ടപ്പെടുന്ന ചെയ്യണമെന്നാണ്. ഇങ്ങനത്തെ നെഗറ്റീവ് അടിക്കുന്നവരെ റിയാക്ട് ചെയ്തുകൊണ്ട് സമയം കളയാൻ എനിക്കില്ല. എനിക്ക് കുറച്ച് ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ട്രാവലിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു ഇഷ്ടംപോലെ പോസിറ്റീവ് കമൻസ് ഉണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞൊരു 100-300ഓളം പോസിറ്റീവ് കമൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ 30-40 വരെ തെറിവിളി. പിന്നെ പലരും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന്. അപ്പോൾ കേരള പോലീസിനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആഴിമല എന്ന് പറഞ്ഞൊരു സ്ഥലം 100 രൂപ കൊടുത്ത്, അവിടെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, 100 രൂപ കൊടുത്ത് മ്യൂസിയവും കണ്ട് സ്റ്റാച്ചുവും കണ്ടിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. അല്ലാതെ അമ്പലത്തിൻ്റെ അകത്തൂടെ പൈസ കൊടുക്കാതെ കയറിയല്ല ഞാൻ സ്റ്റാച്ചു കണ്ടത്. അപ്പോൾ 100 രൂപ കൊടുത്ത് നിങ്ങളൊരു സിനിമ കണ്ടിട്ട് മോശമാണെങ്കിൽ നിങ്ങൾ മോശമാണെന്ന് പറയുമല്ലോ, ഒരു ആഹാരം കഴിച്ചിട്ട് ആഹാരം കൊള്ളില്ലെന്ന് പറയുമല്ലോ. ഇപ്പോൾ ഒരു സിനിമയിലെ രാഷ്ട്രീയം എന്തായാലും നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുമല്ലോ, ആ പറഞ്ഞ രാഷ്ട്രീയം തെറ്റാണ് നിങ്ങൾ തുറന്ന് പറയുമല്ലോ. അതേ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ ഒരു അമ്പലത്തിനകത്ത് നിന്നല്ല സംസാരിച്ചത്, ഞാൻ ഒരു സ്റ്റാച്യുവിൻ്റെ ടൂറിസ്റ്റ് ഏരിയയിൽ നിന്നും കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതൊന്ന്. 2 പറഞ്ഞത് രണ്ടും ഫാക്റ്റാണ്. അതൊരു പ്രതിമയാണ്, അതിനൊരു മുട്ടസൂചി പോലും അനക്കാൻ കഴിവില്ല. ഈ 2 പറഞ്ഞ സാധനവും ഫാക്റ്റാണ്. അതിലൊരു തെറ്റുമില്ല. ഈ ഒരു 2 വാക്കാണ് ഇത്രയും ആൾക്കാരെ പ്രകോപനം കൊള്ളിച്ചത്. പിന്നെ എനിക്ക് ഇതുവഴി ഒരു കാര്യം മനസ്സിലായി, നമ്മളെ വേണ്ടപ്പെട്ടവരല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ ഇൻസ്റ്റാ റീൽ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ കമൻസ് സപ്പോർട്ട് ചെയ്ത് തന്നു. ഇഷ്ടംപോലെ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട്. അവരെയൊന്നും പറയുന്നില്ല. എപ്പോഴെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നിയാൽ പറയും. ഇപ്പോൾ എനിക്ക് എന്തായാലും അതിനൊന്നും റിയാക്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല. കൊച്ചു പീക്കർ ചെറുക്കന്മാർ വരെ തന്നെ അന്ന് ഇൻസ്റ്റയിൽ തെറി വിളിക്കുന്നു. കാരണം അവൻ കമൻറ്റ് ഇട്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അവൻ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തില്ല. അപ്പം പിറ്റേ ദിവസം വന്നിട്ടേക്കുന്നു. ഇതിനൊക്കെ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമാരെ കാര്യമാണ്. പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും തെറി വിളിക്കുന്നു, മെസ്സേജ് സീനാക്കാത്തതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലും റിപ്ലൈ ഇല്ലെന്ന് മനസ്സിലായിക്കൊണ്ട് ഇവ യൂട്യൂബിൽ ഒന്ന് ചീത്ത വിളിക്കുന്നു. എൻ്റെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണുന്നവർ സാമാന്യ ബോധമുള്ളവരാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇടയിൽ ഈ വലഞ്ഞു തിരിഞ്ഞ് കയറി വരുന്നവന്മാരെ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും, അത്രയേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ കുറേ ടോക്സിക് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത എന്തും ചെയ്യാമെന്ന് ധൈര്യമുള്ള കുറേമാരുണ്ട്. ശരിക്കും നോക്കുന്നെങ്കിൽ നമ്മളെ ജീവിതം വളരെ ചെറുതാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തന്നെ ഇപ്പോൾ എന്തെല്ലാം ചെയ്യാം. ഈ ഈശ്വര വിശ്വാസികൾ ഇങ്ങനെ കിടന്ന് എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം നോക്കി ഞാൻ എന്തെങ്കിലും വേറെ നല്ല കാര്യം ചെയ്തു പോകുമായിരുന്നു. ഇവരെ പോലുള്ള കുറേ പേര് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, മറ്റുള്ളവരെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നൊരു സാധനം, ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരാണ് ഈ സൊസൈറ്റി. അപ്പോൾ എനിക്കൊരു കാര്യം തോന്നുകയാണ്, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല, മതത്തിൽ വിശ്വസിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട്. എന്നാലും പേഴ്സണൽ ചോയ്സാണ്. ആസ് ലോങ് ആസ് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം അതിനെ ഞാൻ എതിർക്കില്ല. അപ്പോൾ നിങ്ങളൊരു മതവിശ്വാസിയാണ്, തെറ്റ് പറയാൻ പറ്റില്ല. നിങ്ങളെ വീട്ടുകാർ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ തലയിച്ചോറിൽ കയറുള്ളൂ. കുട്ടിക്കാലം തൊട്ടൊരു 10-18 വയസ്സ് വരെ ഇങ്ങനെ മതം പഠിപ്പിച്ചിട്ട് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാൾ വന്ന് ചോദ്യം ചെയ്യാണ്, നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള മതങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ട്രെയിൻഡ് അല്ല. നിങ്ങൾ ഒരു മതത്തിൽ പ്രാർത്ഥിക്കാനും അതിനെക്കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രെയിൻഡ് അല്ല. അതുകൊണ്ട് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ള മതക്കാരെ അംഗീകരിക്കണം. നിങ്ങൾ മതമൊക്കെ പഠിച്ചാലും മറ്റുള്ള വിശ്വാസികളും മറ്റുള്ള മതത്തിലുള്ളവരും മനുഷ്യന്മാരാണ്. മതം പഠിപ്പിക്കുന്ന മുഴുവൻ വിഴുങ്ങാതിരുന്നാൽ കുഴപ്പമില്ല. ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ബുദ്ധി വികസനം വെച്ചാൽ അത്രേ പറ്റുള്ളായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് നടത്താൻ പഠിക്കണം. അല്ല പുറമേ സ്നേഹം കാണിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന് മറ്റുള്ള മതക്കാരെയും ജാതിക്കാരെയും കുറ്റം പറയുന്നത് ചീപ്പ് സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ പരിപാടി നടത്തിയിട്ട് നിങ്ങൾക്ക് അവരവരുടെ മതത്തിൽ വിശ്വസിച്ചോ, മറ്റുള്ളവരെ സെപ്പറേറ്റ് ആക്കി കാണാതിരിക്കുക. ഈ മതപരിപാടികൾ പബ്ലിക്കായിട്ട് നടത്തുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുക. മതവും പൊളിറ്റിക്സും കൂടെ മിക്സായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ ജീവിതം എല്ലാം കൊഞ്ഞാട്ടയാവും. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാലേ ഈ
മതത്തിനെയും ദൈവത്തിനെയും വിൽക്കുന്നവരെ എതിർക്കാൻ നമുക്ക് പറ്റും. അല്ലാതെ നിരീശ്വരവാദികളെ മാത്രം വന്ന് എതിർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യുക്തിചിന്ത ഉള്ളവർ മാത്രം വന്ന് എതിർത്ത് കഴിഞ്ഞെന്നും പറഞ്ഞ് ഇവരിക്കില്ല. വിശ്വാസികളും ചോദ്യം ചെയ്യണം. എൻ്റെ ദൈവത്തിനെ കാണാൻ നിങ്ങൾക്കെന്തിന് ഞാൻ കാശ് തരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ തീർന്നു. ദൈവത്തിന് നിങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങളുടെ കാശിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എല്ലാ വിശ്വാസികളും എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് ആൾക്കാർ യൂസ് ചെയ്യാതിരിക്കുന്നത്. ശരിക്കും എനിക്കിതിനൊരു കുഴപ്പമില്ല. കാരണം ഞാനിതുപോലെ പൈസ മുടക്കി ചെയ്യില്ല, എന്നെ ആരും വന്ന് ഇതുപോലെ വിശ്വാസത്തിൻ്റെ പേരിൽ യൂസ് ചെയ്യുന്നില്ല. എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. സൊസൈറ്റിയിൽ ഇതൊക്കെ നടക്കുമ്പം പ്രതികരിക്കാൻ തോന്നുന്നുണ്ട്, ഞാൻ ചെയ്തു. അത് ആർക്കും വിലയില്ല, ആർക്കും ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് ഈ പരിപാടി ഞാൻ നിർത്തും. ഒരു റീച്ചിനും വ്യൂസിനുമാണ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞു തന്നാൽ പലരും ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു വിശ്വാസിയായിട്ട് അഭിനയിച്ചിട്ട് ഈ ബിസിനസ് എനിക്ക് ചെയ്യാം. ഈ വിശ്വാസികളൊക്കെ എനിക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ. പലരും പറയുന്നുണ്ട് പ്രതിമ കാരണമാണ് വ്യൂസ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എല്ലാ അമ്പലങ്ങളിലും പോയി ഒരു ഈശ്വര വിശ്വാസിയായിട്ട് എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും മുസ്ലിം പള്ളികളിലൊക്കെ പോയി അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ച് എല്ലാ ദൈവങ്ങളെയും പ്രശംസിച്ച് നടന്ന് എനിക്ക് ഇതിനേക്കാളും വ്യൂസ് കിട്ടുമല്ലോ. ഞാൻ അഭിനയിക്കണം. ഞാൻ കണ്ടോ, കേരളം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. പാളയം മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി ഇരിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഇരട്ടി വ്യൂസ് കിട്ടും. അപ്പോൾ വ്യൂസിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ഇനിയും വിചാരിക്കുന്നവരടുത്താണ് എനിക്ക് പറയാറുള്ളത്. എനിക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യം ചെയ്ത് കിട്ടണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. ഇത് ചെയ്താൽ ഒരിക്കലും കിട്ടില്ല. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പേര് റിപ്പോർട്ട് അടിച്ച് വീഡിയോ പോകാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉള്ളവരൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ കോമാളിത്തരം കാണിക്കുക. ഒരു ദേഹോപദ്രവം ആരും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഭ്രാന്തന്മാർ വന്നാൽ എന്നെ വെട്ടിക്കൊല്ലും. അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വ്യൂസിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ള മണ്ടത്തരം ഇനിയെങ്കിലും പറയാതിരുന്നാൽ നല്ലത്. പിന്നെ കുറേ പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹിന്ദുക്കളെ പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റുള്ള ഏതോ മതത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നതാണെന്ന് തെറ്റിദ്ധാരണ ഉള്ളവരുണ്ടാവാം. ഞാൻ വളർന്നു വന്നത് ഒരു ഹിന്ദു കുടുംബത്തിലാണ്. എന്നെ പഠിപ്പിച്ചതെല്ലാം ഹിന്ദു മതമാണ്. അപ്പോൾ എനിക്കുള്ള എക്സ്പീരിയൻസാണ് ഞാൻ വന്ന് സംസാരിച്ചത്. മുസ്ലിം മതത്തിൽ ഉള്ളവർ അവരവരുടെ കാര്യം പറയുന്നു. ഇപ്പോൾ ഞാൻ ഖുർആനും വായിച്ചിട്ടില്ല, ഞാൻ ബൈബിളും വായിച്ചിട്ടില്ല. ഞാൻ പള്ളിയിൽ ഞാൻ സെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് എനിക്ക് പള്ളി കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. പിന്നെ മുസ്ലിംസിൻ്റെ പള്ളിയിൽ ഒറ്റത്തവണ എന്നെ ഒരു കൂട്ടുകാരൻ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ മുസ്ലിം സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞത്. ഒരു മുസ്ലിം സുഹൃത്ത് എന്നെ പള്ളിയുടെ അകത്തെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറ്റി, പള്ളിക്കകത്ത് കയറ്റിയില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്കന്ന് അറിഞ്ഞൂടാ ഈ പള്ളിക്കകത്ത് മറ്റു മതക്കാരെ കയറ്റില്ല എന്നൊന്നും. അപ്പോൾ അവൻ പറഞ്ഞ ആരെങ്കിലും വന്ന് ചോദിക്കണേ നിസ്കരിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കോമ്പൗണ്ടിൻ്റെ അകത്തിരുന്നു. അങ്ങനെയുള്ള മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. മുസ്ലിം സുഹൃത്തുക്കളെ കൂടെ മാത്രം നടക്കാത്ത മുസ്ലിം സുഹൃത്തുക്കളും എനിക്കുണ്ട്. അപ്പോൾ അവരൊക്കെ മതത്തിൽ വിശ്വസിക്കുന്നു, എന്നാലും എന്നെ മതത്തിൻ്റെ ഒരു വേർതിരിവൊന്നും അവർക്കില്ല. അങ്ങനെ ഈ സമൂഹം ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലും കുറേ വേഷങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും തമ്മിലടിപ്പിക്കുക, എൻ്റെ മതത്തിനെ വളർത്തിയെടുക്കുക. എല്ലാ മതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചോദ്യം ചെയ്താലേ ഇത് നിൽക്കുകയുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രം എതിർത്ത് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള വിശ്വാസികളും കൂടെ എതിർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുകയുള്ളൂ. വിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിബോധമുള്ളവരും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് വിശ്വാസം വിറ്റ് ജീവിക്കുന്നവരെയും വിശ്വാസികളെ യൂസ് ചെയ്ത് ജീവിക്കുന്നവരെയും ചോദ്യം ചെയ്താൽ ഈ നാട് നന്നാവും. പാർട്ടിക്കാരായാലും വിശ്വാസം വെച്ചിട്ട് വിൽക്കുന്ന പാർട്ടിക്കാരുണ്ട്, അവരെയും ചോദ്യം ചെയ്യണം. അമ്പലങ്ങളും പള്ളികളും തുറന്നു വെച്ച് പൈസ വാങ്ങിച്ച് ചെയ്യുന്നവരെയും ചോദ്യം ചെയ്യണം. ഇതെല്ലാം നമ്മൾ വിശ്വാസികളും നിരീശ്വരവാദികളും ഒരുമിച്ച് നിന്നാലേ ഇത് നടക്കും. നാളെ ചിലപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ടും ആൾക്കാർ നെഗറ്റീവായി കഴിഞ്ഞാൽ എനിക്ക് ഈ തോട്ടങ്ങ് പോകും. എവിടെയോ എന്തോ ഒരു മനുഷ്യത്വം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഇടുന്നത്. പോസിറ്റീവാകാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ കാണുന്നവരും കമൻ്റ് ഇടുന്നവരും അതിനനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കളഞ്ഞിട്ട് പോകും. ഇവിടെ എന്തായാലും എല്ലാവരും യുക്തിബോധമുള്ളവരാവില്ല. പക്ഷേ ഉള്ള വിശ്വാസികൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചൊറിയാൻ വരുന്ന ഒരുപാടുണ്ടാകും. അപ്പോൾ നല്ലത് ചെയ്താൽ വരെ ചൊറിയാൻ ഇവിടെ ആൾക്കാരുണ്ട്. മണ്ടന്മാരെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നവരും ഈ സൊസൈറ്റിയിലുള്ളവരാണ്. അവരെയും കൂടെ ചേർക്കുമ്പോഴേ ഒരു യൂണിറ്റി ഉണ്ടാകും. അവരും മനുഷ്യരാണ്, അവരെ ഒന്നിച്ച് ചേർക്കാൻ പറ്റണം. അപ്പോൾ അവരെ ഒന്നിച്ച് ചേർക്കണമെങ്കിൽ അവർ നമ്മളെ മാനിക്കണം, അവർ നമ്മളെ മാനിക്കണം, നമ്മൾ അവരെയും മാനിക്കണം. അതിന് അവർ തുടക്കം ഇട്ടില്ലെങ്കിലും ഞാനിതിന് തുടക്കം ഇവിടെയാണ്. ചൊറിയാൻ വന്നാൽ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോകുമായിരിക്കാം. എന്നാലും അങ്ങനെ കുറച്ച് വിശ്വാസികളെങ്കിലും ഇത് കാണുന്നുണ്ടാവും. അവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ആണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വേറെ. ഇപ്പം നിങ്ങളത് പഠിച്ച് കുറേ കൊല്ലം കൊണ്ട് പഠിച്ച് മനസ്സിലായിക്കഴിഞ്ഞ്
ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് 10-20 വർഷം ഉണ്ടാവുള്ളൂ. ഇത് തിരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു മീനിങ് ഇല്ലാതെ ആകുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കാം. അതുകൊണ്ട് അതൊന്നും വേണ്ട. നിങ്ങളിത് മറ്റുള്ളവരെ പഠിപ്പിക്കാതിരിക്കുക, കുട്ടികളത് പഠിപ്പിക്കാതിരിക്കുക. അവിടെ ഈ കാര്യം തീരും. ദൈവവിശ്വാസികൾ അതുപോലെ നിരീശ്വരവാദികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള മറ്റുള്ള ദൈവമില്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കരുത്. നമ്മൾ യുക്തിബോധത്തോടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുക, അത് കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നവർ അത് അഡാപ്റ്റ് ചെയ്തോളും, അല്ലാത്തവർ അവരുടെ കാര്യം നോക്കി പൊക്കോളും. ആരെയും ഇതുവരെ ചെയ്തത് ട്രിഗേർഡായി കാണും. ഞാൻ അത് പേഴ്സണൽ എൻ്റെ കാര്യമാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായതിൻ്റെ റിയാക്ഷൻ മാത്രമാണ്. അത് ഞാൻ അവിടെ നിർത്തി. യുക്തിബോധത്തോടെ കാര്യങ്ങൾ സംസാരിക്കും, അത് കേട്ട ആൾക്കാർ ചിന്തിക്കുന്നെങ്കിൽ ചിന്തിച്ച് മാറട്ടെ. അല്ലാതെ ദൈവത്തിനെതിരെയോ മതത്തിനെതിരെയോ എനിക്ക് പേഴ്സണലി ഒരു അറ്റാക്ക് വരാതെ ഞാൻ സംസാരിക്കില്ല. ഈ നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ ഇനി മൈൻഡ് ചെയ്യില്ല, കണ്ടാൽ ഡിലീറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, കാണേണ്ടവരൊക്കെ കണ്ടും കഴിഞ്ഞു. അടുത്തറിയാം. എനിക്ക് പേഴ്സണലി കുറേ അനുഭവങ്ങളുണ്ട് ഈ മതഭ്രാന്തിനെ കുറിച്ച്. അതുകൊണ്ട് എനിക്ക് ബോധ്യം ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നുണ്ട്. കണ്ടവർക്കൊക്കെ ബോധ്യമായി കാണും. എനിക്കെതിരെ ഇങ്ങനെ ദൈവത്തിനെതിരെ പറഞ്ഞ് കേസ് കൊടുക്കുന്നവർക്ക് അറിഞ്ഞൂടായിരിക്കാം. ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ഒന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ കുറ്റമാണ്. പേഴ്സണലി ഒന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഇടുന്ന കമൻറ്റ് എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുള്ളതേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായ ഒരു കാര്യമാണ്. എന്നെ അത് മെൻ്റലി അഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ പോസിറ്റീവായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളാരും പേഴ്സണലി വന്ന് എൻ്റെ അടുത്ത് മതത്തിനെക്കുറിച്ചോ ദൈവത്തിനെക്കുറിച്ചോ സംസാരിക്കാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇതിനെതിരെ സംസാരിക്കില്ല. അല്ലാതെ ഇപ്പോൾ മറ്റൊരാൾ ഇപ്പോൾ എന്നെ സഹായിക്കാൻ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ പ്രതികരിക്കും. പിന്നെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ആൾക്കാർ സ്റ്റാറ്റസ് വഴി ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആയിരിക്കും പൂജയും പ്രസാദവും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ മതവിശ്വാസമൊക്കെ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുന്നതാണ് നല്ലത്. ദൈവവിശ്വാസമായാലും മതവിശ്വാസമായാലും എല്ലാം അവനവൻ്റെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുക, മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഈശ്വരവിശ്വാസമായാലും നിരീശ്വരവാദമായാലും. ഓക്കെ. അപ്പോൾ ഇത് വീഡിയോ ഒരുപാട് ലോങ് ആയി പോയെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു ചെറിയൊരു വീഡിയോ ഇട്ട് അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരും. ബൈ.